ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും മഞ്ഞുമൽ ബോയ്സ്, ആവേശം എന്നീ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളുമാണ്. മൊത്തം 11 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ ഒന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. മനോജ് ബാജ്പേയി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയായിരുന്നു. സൈലൻസ് 2 ദ നൈറ്റ് ഓൾ ബാർ ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ C5 റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ മൂവിയാണ്. രണ്ടാമത്തെ സിനിമ ഒരു എന്താ പറയുക, ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജിമ്മി കാർ നാച്ചുറൽ ബോൺ കില്ലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. മൂന്നാമത്തത് ഒരു അഡ്വഞ്ചർ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബുക്ക് ഓഫ് ക്ലയറൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, യൂട്യൂബ്, ഐറ്റ്യൂൺസ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തത് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു അഡ്വഞ്ചർ ആക്ഷൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, ഐറ്റ്യൂൺസ്, ഈ ഐറ്റ്യൂൺ OTT പ്ലാറ്റ്ഫോം, ഇത്രയും OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയാൻ പോകുന്നത് തബു, കൃതി സനോൺ, കരീന കപൂർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത് നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ക്രൂ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസം ലാസ്റ്റ് വീക്ക് വരുന്നതാണെന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അനുപമ പരമേശ്വരനും സിദ്ധു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് മൂവിയായിരുന്നു ടില്ലു സ്ക്വയർ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി നല്ല വിജയം നേടി കരസ്ഥമാക്കിയ സിനിമയാണ് ടില്ലു സ്ക്വയർ എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് രണം എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. ഏപ്രിൽ മാസം 19-ാം തീയതി ഈ സിനിമ ടെൻറ്റുകോട്ട സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നീലരാത്രി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ ഏപ്രിൽ മാസം 19-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് കട്ടേര എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ C5 ഇതിനു മുമ്പ് തന്നെ വന്നിരുന്നു, പക്ഷേ കന്നഡ ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ്, തെലുങ്ക് വേഷം വന്നിരിക്കുകയാണ്. C5 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ നമ്മുടെ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഫാസ്റ്റിലൊക്കെ നിറഞ്ഞാടിയ സിനിമയാണ്. തിയേറ്ററിൽ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആര് സ്വന്തമാക്കി, എപ്പോൾ റിലീസ് ചെയ്യുന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈം ആണ്. മെയ് പകുതിയോടുകൂടി ഈ ഒരു സിനിമ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. മലയാളം, തമിഴ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളിലും പിന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് എല്ലാവരും ചോദിക്കുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആര് സ്വന്തമാക്കി എന്നുള്ളത് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസം 3-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുന്നതാണ്. ലാസ്റ്റ് ഒരു സിനിമയുടെ കൂടി അപ്ഡേറ്റ് ഉണ്ട്. ഈ ഒരു സിനിമ ഞാനൊരു വീഡിയോ എടുക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ അപ്ഡേറ്റ് വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ജപ്പാനീസ് മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ സത്യം പറയുകയാണെങ്കിൽ മോൺസ്റ്റർ യൂണിവേഴ്സ്, അതായത് ഗോഡ്സില്ല, എക്സ് കോങ് പോലുള്ള സിനിമ, കിങ് കോങ്, ഈ സിനിമകളുടെയൊക്കെ ഒരു മോൺസ്റ്റർ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു യൂണിവേഴ്സിൽ ഉൾപ്പെട്ട ഒരു സിനിമയല്ല ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ എന്താ പറയുക, നല്ല കളക്ഷൻ നേടി നല്ലൊരു വിജയം നേടി പിന്നെ കുറേ അവാർഡുകളൊക്കെ ഓസ്കാർ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ സിനിമയാണ് ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ പലരും കമന്റ് ബോക്സിലും പിന്നെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് റിലീസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ. ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. വന്ന അപ്ഡേറ്റ് പറഞ്ഞാൽ മെയ് മാസം ലാസ്റ്റ് വരുന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ആയിരുന്നു പുറത്തു വന്നത്. ബ്ലൂറേ പ്രിൻ്റൊക്കെ വരുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏതൊക്കെ ഭാഷകളായിട്ടായിരിക്കും
ഏത് എന്താ പറയുക ഏതൊക്കെ ഭാഷകളായിട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മാസം 3-ാം തീയതി പിന്നെ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ സിനിമ ജപ്പാൻ ഭാഷയിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ്, 11ഓളം സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റ് ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ സിനിമകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും